ഹായ് ഫ്രണ്ട്സ്, എവർക്കും ക്യാബിച്ചോയിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ അറേബ്യൻ ജാസ്മിൻ്റെ സെയിൽ വീഡിയോ ആണ്. അറേബ്യൻ ജാസ്മിൻ, കട്ടമുല്ല, റോസ് മുല്ല എന്നൊക്കെ പറയുന്ന അറേബ്യൻ ജാസ്മിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഇത് കണ്ട നിറയെ കുറേ ഇതളുകളായിട്ട് കട്ടമുല്ല കുറേ ഇതളായിട്ടുള്ള വെള്ള റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും റോസ് മുല്ല എന്നും പേരുള്ളത്. നിറച്ച് ധാരാളം മുട്ടുകളും ഉണ്ട്. ഈ ചെടി എന്ന് വെച്ചാൽ നല്ല നല്ല വെയിൽ വേണം. ഈ റോസ് മുല്ലകൾക്ക് പൊതുവെ നല്ല വെയിൽ വേണം. പിന്നെ നനക്കൽ ഈ കാലാവസ്ഥ രണ്ടുപേരും നനക്കണമെങ്കിൽ ഇപ്പം ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് നനക്കാൻ പറ്റില്ല, 2 ദിവസം നനക്കാൻ പറ്റില്ല എങ്കിലും അതിജീവിക്കും. ഈ ചെടി നശിഞ്ഞു പോവില്ല. മുല്ലച്ചെടി അങ്ങനെയാണ്. പിന്നെ ഇത് ഇപ്പം നിലത്ത് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി അധികം വളരും. അതെല്ലാം നമ്മൾ ചട്ടിയിലാണെങ്കിൽ അതിൻ്റെതായ രീതിയിലേ വളരുകയുള്ളൂ. പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. മഴക്കാലത്ത് പ്രൂൺ ചെയ്തതായിരിക്കും ഏറ്റവും നല്ലത്. പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലെ ധാരാളം ശിഖരങ്ങൾ വരുന്നതും. എല്ലാ ശിഖരങ്ങളിലും മൊട്ടുകളാണ്, എല്ലാത്തിലും മൊട്ടുകളുണ്ട്. അതിൽ നല്ല സുഗന്ധമുള്ള ഉണ്ട്, നല്ല സുഗന്ധമുണ്ട്, നല്ല മണമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ് ഒടിച്ചു കുത്തിയാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. കൂടാതെ വളമായിട്ട് നമുക്ക് ജൈവവളം കൊടുത്താൽ മതി. ആട്ടിൻകാഷ്ടം, ചാണകം, കോഴിവളം കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് കോഴിവളമാണ്. കോഴിവളം കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. 2 ആഴ്ച നമ്മളൊരു എന്തിലെങ്കിലും പരത്തി ഇട്ടേക്കുക, ഷീറ്റിൽ തന്നെ പരത്തിയിടുക. എന്നിട്ട് എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്യുക. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് മാറിക്കിട്ടും. ചൂട് മാറിക്കിട്ടുക കൂടാതെ ഇത് പൊടിഞ്ഞും കിട്ടും. ആ പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ല വളം, ജൈവവളങ്ങളിൽ ഏറ്റവും നല്ലത് കോഴിക്കാഷ്ടമാണ്. ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിക്കുന്നല്ല എല്ലാ ചെടികൾക്കും, ഔട്ട്ഡോർ വെക്കുന്ന എല്ലാ ചെടികൾക്കും, പച്ചക്കറിക്കും ഏറ്റവും നല്ല വളമാണ് കോഴിക്കാഷ്ടം. നന്നായി പൂവിടാനും വളരാനും, തഴച്ച് വളരാനും പൂവിടാനും ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് ഇടരുത്. 2 ആഴ്ചയോളം സ്പ്രേ ചെയ്ത് അതിൻ്റെ ചൂട് മാറ്റിയിട്ട് വേണം ഇടാൻ. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 80 രൂപയ്ക്കാണ്, 80 റുപ്പീസ്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. DDDC കൊറിയർ വഴി പ്ലാന്റ് അയച്ചിരുന്നതായിരിക്കും. നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. നാടൻ പെറ്റൂനിയ, മില്ലൻ ബെൽസ്, മിനി പെറ്റൂനിയ, ഹാങ്ങിങ് വിങ്ക, പിന്നെ വിങ്ക റോസ്, പിന്നെ ഹാങ്ങിങ് വിങ്ക റോസ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ സ്റ്റോക്ക് അടുത്ത് തന്നെ എത്തുന്നതാണ്. സ്റ്റോക്ക് എത്തിയ ഉടൻ തന്നെ ഇതിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.